നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE പൗരന്മാരും താമസക്കാരും എമിറേറ്റ്സ് ID എടുക്കണമെന്നത് നിർബന്ധമാണ്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. UAE എല്ലാ സർക്കാർ ഏജൻസികളും അംഗീകരിക്കുന്ന ഏക തിരിച്ചറിയൽ രേഖ കൂടിയാണ് എമിറേറ്റ്സ് ID. സർക്കാർ സേവനങ്ങൾ ലഭ്യമാകാൻ മാത്രമല്ല, എയർപോർട്ട് സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ ഇമിഗ്രേഷൻ കടന്നുപോകാനുമെല്ലാം എമിറേറ്റ്സ് ID വേണം. എന്നാൽ കാലാവധി കഴിഞ്ഞ എമിറേറ്റ്സ് ID പുതുക്കാതിരുന്നാൽ വൈകുന്ന ഓരോ ദിവസത്തിനും 20 ദിർഹം പിഴ കൊടുക്കേണ്ടി വരും. പുതിയ ID എടുക്കുന്നത് വൈകിയാലും പഴയത് പുതുക്കുന്നത് വൈകിയാലും ഓരോ ദിവസത്തിനും ഈ പിഴത്തുക ഈടാക്കും. കാലാവധി പൂർത്തിയാക്കി 30 ദിവസം വരെ പുതുക്കാൻ സമയമുണ്ട്. അത് കഴിഞ്ഞാലുള്ള ദിവസങ്ങൾക്കാണ് പിഴ ഈടാക്കുകയെന്ന ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. തൊഴിൽ കാർഡ് പുതുക്കുന്നത് വൈകിയാലും ഇതേ തുകയാണ് പിഴ. പരമാവധി 1000 ദിർഹം വരെ പിഴ ഈടാക്കാം. ID പുതുക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന കമ്പനി മാനേജർമാരിൽ നിന്നും പിഴ ഈടാക്കും. തിരിച്ചറിയൽ കാർഡ് പുതുക്കുന്നതിനുള്ള രേഖകൾ കൃത്യമായിരിക്കണം. ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടേതല്ലാത്ത രേഖകൾ സമർപ്പിച്ചാൽ കമ്പനി പ്രതിനിധിക്ക് 500 ദിർഹം പിഴ ചുമത്തും. ഓൺലൈൻ വഴി രേഖകൾ സമർപ്പിക്കുന്നതും നിയമപരിധിയിൽ വരും. ഇടപാടുകളുടെ ചുമതലയുള്ള കമ്പനി പ്രതിനിധി സ്വന്തം കാർഡ് പുതുക്കാതിരിക്കുക, കാലഹരണപ്പെട്ട കാർഡ് കാണിച്ച് ഇടപാടുകൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കും 500 ദിർഹമാണ് പിഴ. തിരിച്ചറിയൽ രേഖ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലെ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർക്ക് പിഴ 5000 ദിർഹമാണ്. ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാതിരുന്നാലും തടസ്സപ്പെടുത്തിയാലും 5000 ദിർഹം തന്നെയാണ് പിഴ. ഫീസ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കും ഇതേ തുകയാണ് പിഴ ഈടാക്കുന്നത്. ഉപയോക്താക്കൾക്കുള്ള സംവിധാനങ്ങളിൽ നിന്ന് സൂക്ഷ്മ പരിശോധന അപേക്ഷകൾ പ്രിന്റ് ചെയ്താൽ 100 ദിർഹം പിഴയാണ്. ഉദ്യോഗസ്ഥർക്ക് തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്ക് പിഴ 300 ദിർഹവും. കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ പെടാത്ത കാര്യങ്ങൾ കാണിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിസ തരപ്പെടുത്താൻ ശ്രമിച്ചാൽ 20,000 ദിർഹമാണ് പിഴ ഈടാക്കുക. എന്നാൽ പിഴയിൽ പരാതി ഉണ്ടെങ്കിൽ ഇളവ് ലഭിക്കുന്നതിനു വേണ്ടി സ്വദേശികൾക്ക് മാത്രമല്ല പ്രവാസികൾ, GCC രാജ്യങ്ങളിലെ പൗരന്മാർ എന്നിവർക്കും രേഖാമൂലം അപ്പീൽ നൽകാവുന്നതാണ്. സ്വന്തം വിസ, ID കാർഡ് എന്നിവയ്ക്ക് പുറമെ കീഴിലുള്ള തൊഴിലാളികളുടെ ഔദ്യോഗിക തൊഴിൽ താമസ രേഖകൾക്ക് ചുമത്തിയ പിഴ പിൻവലിക്കാനും അപേക്ഷ നൽകാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.